കേരള പാണിനി എന്ന് അറിയപ്പെടുന്നത് ആര്? AR രാജരാജവർമ്മ. കേരള പാണിനി രചിച്ച അലങ്കാരശാസ്ത്ര ഗ്രന്ഥം ഏത്? ഭാഷാഭൂഷണം. സഹൃദയന്മാരുടെ ഹൃദയത്തിന് ആഹ്ലാദത്തെ ജനിപ്പിക്കുന്നതായ കവിതാധർമ്മത്തിന് പറയുന്ന പേര് ചമൽക്കാരം. ഉൽപ്രേക്ഷയ്ക്ക് ബീജമായിരിക്കുന്നത് എന്ത്? സാമ്യം. ഉൽപ്രേക്ഷ ഏത് അലങ്കാര വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? സാമ്യോക്തി. ഉൽപ്രേക്ഷിക്കുക എന്ന പദത്തിൻ്റെ അർത്ഥം ഊഹിക്കുക അല്ലെങ്കിൽ ശങ്കിക്കുക. ആവർണ്യത്തിന് അലങ്കാരശാസ്ത്രത്തിൽ പറയുന്ന പേര് ഉപമാനം. വർണ്ണ്യത്തിന് അലങ്കാരശാസ്ത്രത്തിൽ പറയുന്ന പേര് ഉപമേയം. ഉൽപ്രേക്ഷയിലെ അവർണ്യത്തിൻ്റെ പ്രത്യേകത അത് കവികൽപ്പിതം ആയിരിക്കും എന്നതാണ്. ഉൽപ്രേക്ഷയിലെ വർണ്ണ്യത്തിൻ്റെ പ്രത്യേകത പ്രസിദ്ധിയുള്ളത് ആയിരിക്കും എന്നതാണ്. ഉപമാനത്തിന് പകരം പറയാവുന്ന പദം അവർണ്യം. വസ്തുൽപ്രേക്ഷ എന്ന് അറിയപ്പെടുന്ന അലങ്കാരം ധർമ്മിൽപ്രേക്ഷ. വാചകപദമുള്ള ഉൽപ്രേക്ഷ വാച്യോൽപ്രേക്ഷ. വാചകപദം ഇല്ലാതെ വരുന്ന ഉൽപ്രേക്ഷ ഗമ്യോൽപ്രേക്ഷ. സ്വരൂപോൽപ്രേക്ഷ എന്ന് അറിയപ്പെടുന്ന അലങ്കാരം ധർമ്മിൽപ്രേക്ഷ. കാരണമല്ലാത്തതിനെ കാരണമായി കൽപ്പിക്കുന്ന അലങ്കാരം ഹേതുൽപ്രേക്ഷ. ഒരു ധർമ്മിയിൽ മറ്റൊരു ധർമ്മത്തെ ഉൽപ്രേക്ഷിച്ചാൽ ഉൽപ്രേക്ഷയുടെ ഏത് വിഭാഗത്തിലാണ് അത് ഉൾപ്പെടുന്നത്? ധർമ്മിൽപ്രേക്ഷയിൽ. കാരണമല്ലാത്തതിനെ കാരണമായി കൽപ്പിക്കുന്ന അലങ്കാരമാണ് ഹേതുൽപ്രേക്ഷ. കോകസ്ത്രീ വിരഹത്തീയിൻ പുകയല്ലോ തമസിത്. ഈ വരികൾ ഏത് ഉൽപ്രേക്ഷ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ധർമ്മിൽപ്രേക്ഷ. പുരളുന്നെന്ന് തോന്നുന്നുണ്ടിരുളിൻ അംഗങ്ങളിൽ. ഈ വരികളിലെ അലങ്കാരം ധർമ്മോൽപ്രേക്ഷ. കമലശ്രീ ഹരിപ്പാനോ കരം നീട്ടുന്നു വെൺമതി. ഈ വരികൾ ഏത് അലങ്കാര വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഫലോൽപ്രേക്ഷ. വാരുണി സേവയാലല്ലോ വാസരേശൻ പതിച്ചിതേ. ഈ വരികളിലെ അലങ്കാരം ഏത്? ഹേതുൽപ്രേക്ഷ. ചുവന്നു ചന്ദ്രക്കല പോൽ വളഞ്ഞും വിളങ്ങി പൂമൊട്ടുടനെ പിലാശിൽ വനാന്തലക്ഷ്മിക്കു നക്ഷതങ്ങൾ വസന്തയോഗത്തിൽ ഉദിച്ച പോലെ. ഈ വരികളിലെ അലങ്കാരം ഏത്? ധർമ്മിൽപ്രേക്ഷ. കാരണമല്ലാത്തതിനെ കാരണമായി കൽപ്പിക്കുന്ന അലങ്കാരം ഹേതുൽപ്രേക്ഷ. വാചകപദം ഇല്ലാതെ വരുന്ന ഉൽപ്രേക്ഷ ഗമ്യോൽപ്രേക്ഷ. വാചകപദം ഉള്ള ഉൽപ്രേക്ഷ വാച്യോൽപ്രേക്ഷ. ഉപമാനത്തിനെ അവർണ്യം എന്നാണ് പറയുന്നത്. ഉപമാനം എപ്പോഴും കവികൽപ്പിതം ആയിരിക്കും. ഉപമേയത്തിന് പറയുന്നത് വർണ്ണ്യം എന്നാണ്. അതെപ്പോഴും പ്രസിദ്ധി ഉള്ളത് ആയിരിക്കും. ഒരിക്കൽ കൂടി നോക്കാം. ഉൽപ്രേക്ഷിക്കുക എന്നാൽ സംശയിക്കുക, ശങ്കിക്കുക എന്നെല്ലാമാണ് അർത്ഥം. പിന്നെ ഉപമാനത്തിനെ നാം അവർണ്യം, ഉപമേയത്തിനെ വർണ്ണ്യം എന്നും പറയുന്നു. ഉപമാനം എപ്പോഴും കവികൽപ്പിതമായിരിക്കും. ഉപമേയം എപ്പോഴും പ്രസിദ്ധി ഉള്ളത് ആയിരിക്കും. വസ്തുൽപ്രേക്ഷ, സ്വരൂപോൽപ്രേക്ഷ എന്നെല്ലാം അറിയപ്പെടുന്നത് ധർമ്മിൽപ്രേക്ഷയാണ്. ഉൽപ്രേക്ഷയുടെ ലക്ഷണം അറിയാമല്ലോ. മറ്റൊന്നിന്റെ ധർമ്മയോഗത്താൽ അതുതാനല്ലയോ ഇത് എന്ന് വർണ്ണ്യത്തിൽ ആശങ്ക ഉൽപ്രേക്ഷാഖ്യാലങ്കൃതി എന്നാണ്. അപ്പോൾ ഏതിലാണ് ആശങ്ക എന്ന് ചോദ്യം വന്നാൽ വർണ്ണ്യത്തിലാണ് നമുക്ക് സംശയം വരുന്നത്. അതുതാനല്ലയോ ഇത് എന്ന സംശയം വരുന്നത് വർണ്ണ്യത്തിലാണ്. ആശങ്ക ഏതിലാണ് എന്ന് ചോദിച്ചാൽ അത് വർണ്ണ്യത്തിലാണ് ആശങ്ക.